കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ നിധിയും കൂട്ടിക്കൊണ്ട് തന്നെ സുഭാഷും നികേഷും സുധീഷും എല്ലാവരും നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ആ പോരുന്ന സമയത്തിന് നിധി ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. നിധിക്ക് ഭയങ്കര വിഷമായിരുന്നു. സുഭാഷ് പതുക്കെ ചോദിച്ചു, എന്തു പറ്റി മോളെ എന്ന്. ആരും എന്താ ഒന്നും സംസാരിക്കാത്തേ എന്നൊക്കെ. അപ്പോഴേക്കും നിധി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, സുഭാഷേട്ടാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ക്ഷമിക്കാനോ എന്തിനേന്ന് സുഭാഷ് അത്ഭുതപ്പെട്ടപ്പോൾ, അല്ല എൻ്റെ വീട്ടുകാർ കാരണമല്ലേ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എൻ്റെ വീട്ടുകാരെ ഞാൻ അത്രക്കധികം വിശ്വസിച്ചു പോയി, അതുകൊണ്ട് പറ്റിപ്പോയതായെന്ന് നീതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് ഇടയിൽ കയറി പറഞ്ഞു, അതിന് നീ ഇപ്പോൾ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കും. പക്ഷേ നിധിക്ക് ആ സങ്കടം സഹിക്കാനാവുന്നില്ല. നിധി ഇരുന്ന് പൊട്ടിക്കരയാണ്. സുഭാഷ് അവളെ ആശ്വസിപ്പിച്ചു. പോട്ടെ മോളെ, അത് നിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ലല്ലോ. ഇപ്പൊ ഭാഗ്യം കൊണ്ട് സുധീഷിനൊന്നും സംഭവിച്ചില്ല, അത് മാത്രം ഓർത്താൽ മതി. ഇനിയിപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല. നിധിയെ അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. നിധിയുടെ അവസ്ഥ കണ്ടപ്പോൾ സുധീഷിനും വല്ലാത്ത വിഷമം തോന്നി. ആ സമയത്തിന് സുഭാഷ് പറഞ്ഞു, എടാ സുധീഷേ, നീ ഒരു കാര്യം ചെയ്യേ. നീ കുറച്ചു സമയം പുറകിൽ വന്നിരുന്ന് ഒന്ന് ഉറങ്ങിക്കോ എന്ന് പറയും. നീ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലല്ലോ, ഹരീഷ് വണ്ടി ഓടിച്ചോളുമെന്ന് പറയും. അത് കേട്ടപ്പോൾ സുധീഷ് സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറയും. പിന്നീട് നിധിയോട് പറഞ്ഞു, നിധി ഒരു കാര്യം ചെയ്യേ, നീടും കൂടി പുറകിൽ വന്നിരുന്നോളാൻ പറയും. നികേഷ് ചോദിച്ചപ്പോൾ അവന് നേരത്തെ തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നീ ഫ്രണ്ടിലിരുന്നോളാൻ പറയും. അങ്ങനെ ഹരീഷും നികേഷും കൂടി ഫ്രണ്ട് സീറ്റിലിരുന്നു. സുധീഷും നിധിയും കൂടി ബാക്ക് സീറ്റിലും ഇരുന്നു. സുധീഷിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ടും തനിക്ക് ഇവളുടെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന സന്തോഷം. ഇവൾക്ക് തന്നോട് വലിയ ഇഷ്ടമാണെന്നുള്ള കാര്യം സുധീഷിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ബാക്കിലുള്ളവർ എല്ലാവരും കൂടിയിട്ട് ഇവളോട് പറഞ്ഞിട്ട് പോലും താനാണ് അതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ടും അവൾ അത് വിശ്വസിക്കാതിരുന്നത്. സുഭാഷ് പറയുകയും ചെയ്തു, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും സുധീഷിൻ്റെ കാര്യത്തിൽ ഒരു നിമിഷം സംശയമുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിധിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു, നീ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. അതൊക്കെ കേട്ടപ്പോൾ സുധീഷിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് അവരങ്ങനെ വീട്ടിലേക്കെത്തി. വീട്ടിൽ വന്നപ്പോൾ ഭാസ്കരൻ സിറ്റ് ഔട്ടിൽ തന്നെ പതിവ് പോലെ ആ ഒരു കട്ടിൽ കിടക്കുന്നുണ്ട്. വല്ലാത്തൊരു ശോകഭാവത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടപ്പ്. സുധീഷിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സമാധാനമായി. പക്ഷേ കൂടുതലൊന്നും ഭാസ്കരൻ ചോദിച്ചില്ല. എവിടെയായിരുന്നു എന്നോ എന്തു പറ്റിയതാണെന്നോ ഒന്നും മിണ്ടിയില്ല. എല്ലാവരും അകത്തേക്ക് കയറിക്കഴിഞ്ഞപ്പോൾ നികേഷ് ദേഷ്യപ്പെട്ട് പറഞ്ഞു, കണ്ടില്ലേ, ഒരാൾ പുറത്ത് കിടക്കുന്നത് കണ്ടില്ലേ? ഒരു വാക്കെങ്കിലും ചോദിച്ചോ എങ്ങോട്ടേക്ക് പോയതാ, എന്ത് പറ്റിയാന്നൊക്കെ? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നികേഷ് ദേഷ്യപ്പെട്ടു പോവാണ്. സുഭാഷ് പറയുന്നുണ്ട്, വിട്ട് കളയടാ പോട്ടെ. ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ, അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എന്ന് പറയും. എന്നാലും ഇത് കുറച്ച് കൂടുതലാ സുഭാഷേട്ടാ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെ? കുറച്ചൊക്കെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വേണ്ടേ? നികേഷ് ദേഷ്യപ്പെട്ടു. സാരമില്ല, ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് എല്ലാവരെയും ഒന്ന് ആശ്വസിപ്പിച്ചു. ഈ സമയത്തിന് നിധി പറഞ്ഞു, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും സുഭാഷ് നികേഷിന് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊടുത്തു. അവൻ വല്ലാതെ ടയേർഡായിരിക്കുന്നു. സുഭാഷ് ആ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഭഗവാനെ, ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും ഇവിടെ വരെ എത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് ഭഗവാനോട് നന്ദി പറഞ്ഞു. സുധീഷിന് ആപത്തൊന്നും പറ്റിയില്ലല്ലോ എന്നതിൽ സുഭാഷിന് വലിയ ആശ്വാസമുണ്ടായിരുന്നു. കാരണം ഉള്ളിൽ അവന് നല്ല പേടിയുണ്ടായിരുന്നു. ഈ സമയത്തിന് ഹരീഷ് സുധീഷിനോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ആ നിധിയുടെ വീട്ടുകാർ എന്ത് വലിയ ചതിയാ നിന്നോട് ചെയ്തത്. നീ ഭാഗ്യം കൊണ്ടാടാ രക്ഷപ്പെട്ടത്. നിന്നെ മിക്കവാറും അവർ കൊന്നു കളഞ്ഞേനെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയുന്നത്, അതൊക്കെ എനിക്ക് മനസ്സിലായതാണ്. അവർ അതല്ല അതിനപ്പുറം ചെയ്യുമെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവർ കൊണ്ടുപോയത്. കൃത്യസമയത്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയും. അന്നേരം അത് കേട്ടിട്ടാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി വന്ന് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാ തക്കലക്ക് വന്നത്? സുധീഷ് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സുധീഷ് പറയുന്നുണ്ട്, അത് ഹരീഷ് പറഞ്ഞതാ എന്ന്. ഹരീഷോ? ഹരീഷ് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ നിധിയുടെ അച്ഛൻ എന്നെ വിളിച്ച കാര്യമൊക്കെ ഞാൻ ഹരീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹരീഷ് അത് സുഭാഷേട്ടനോട് പറഞ്ഞു. അവർക്ക് സംശയം തോന്നിയിട്ട് അങ്ങോട്ടേക്ക് വന്നതാണെന്ന് സുധീഷ് വിശദീകരിച്ചു. നിധി പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനൊരു സംശയം തോന്നി വന്നില്ലായിരുന്നുവെങ്കിൽ സുധീഷിൻ്റെ കാര്യം എന്തായി തീരുമായിരുന്നു. സുഭാഷ് പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ മോളെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നാലും നിധിയെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും സുധീഷ് അത് അടിച്ചുമാറ്റി കൊണ്ടുപോയി എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി. പക്ഷേ നിധി, നീ ഒരു മിനിറ്റ് പോലും അങ്ങനെയൊന്നും കരുതിയില്ലല്ലോ. നീ സുധീഷിനൊപ്പം നിൽക്കല്ലേ ചെയ്തത് എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അതെ, സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്നത് തന്നെ എനിക്കറിയാമായിരുന്നു സുഭാഷേട്ടാ. അങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞു അതാണെന്ന്.
ഹരീഷ് തമാശ രൂപേണ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഇവൻ അതുമായിട്ട് ഒളിച്ചോടിയെന്നാണ്. എടാ എന്തോ നാടോ നീ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, അല്ല നീ ആയതുകൊണ്ട് നിന്റെ സ്വഭാവം വെച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ എന്ന് ഹരീഷ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അന്നേരം നിധി ചിരിക്കാൻ തുടങ്ങി. ഈ സമയത്തന്നെ സുധീഷ് തൻ്റെ പോക്കറ്റിനകത്ത് നിന്ന് 2 കോയിൻസ് എടുത്തു. നിധി ഉൾപ്പെടെ എല്ലാവരും അത് നോക്കി. സുധീഷ് നിധിയോട് ചോദിച്ചു, അല്ല നിധി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അച്ഛൻ തന്നുവിട്ടിരിക്കുന്ന ആ ഒരു സ്വർണവും പണവും ഒക്കെ ഒറിജിനൽ തന്നെയാണോ എന്ന് ചോദിക്കും. നിധി പറയുന്നത് ആ ഒറിജിനലാണ്. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ഡീലുകൾ ചെയ്യാറുണ്ട്. പണവും സ്വർണമൊക്കെ ബിസിനസ് കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കാറുള്ളതാ. പകുതി പൈസയും ബാക്കി സ്വർണവുമായിട്ടാണ് കൊടുക്കാറുള്ളത് എന്ന് പറയും. സാന്ദ്രേച്ചി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒറിജിനലാണ്. ഓ, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത് എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് അവർ ചോദിച്ചു. അപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ 2 ഗോൾഡ് കോയിൻസ് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ സുധീഷ് പറഞ്ഞു, ആ ബാഗ് എൻ്റെ കയ്യിൽ തന്നല്ലോ. അപ്പോൾ അതിനകത്ത് സ്വർണമുണ്ടോ പണമുണ്ടോ എന്ന് ഞാനൊന്ന് തുറന്നു നോക്കി. ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടി വല്ലതും വെച്ചതാണോ എന്നൊന്നും അറിയണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ അതിൽ നിന്നും 2 കോയിൻസ് ഞാൻ അടിച്ചെടുത്തു എന്ന് പറയും. ഇത് കേട്ടപ്പോൾ സുഭാഷ് അങ്ങ് ഞെട്ടിപ്പോയി. എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ കളിയാക്കി. സുധീഷിന് അന്നേരം ഒരു ചെറിയ നാണക്കേട് തോന്നി. സുഭാഷ് വീണ്ടും പറഞ്ഞു, എടാ നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ എന്താ ഈ പറയുന്നത്? അവന്മാർ എന്നെ എത്ര തല്ലിയതാണെന്നറിയോ? എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കീറി. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ എത്ര രൂപ ചിലവാകുമെന്നറിയാമോ? അതിന് പൈസ വേണ്ടേ? അപ്പോൾ 2 കോയിൻസ് എടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് സുധീഷ്. ഹരീഷ് പറയുന്നുണ്ട്, എന്നാലും നിന്നെ സമ്മതിച്ച് കേട്ടോ, ആ തല്ലിൻ്റെ ഇടയിലും നീ അത് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ നീ ശരിക്കും ഒരു പുലിയാണെന്ന് പറയും. സുഭാഷ് നിധിയോട് പറഞ്ഞു, മോളെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്ന്. സുഭാഷിന് നല്ല പേടിയായിരുന്നു നിധി എന്ത് വിചാരിക്കുമെന്ന്. പക്ഷേ നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഭാഷേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. സുധീഷ് ഈ കോയിൽ എടുത്തില്ലായിരുന്നെങ്കിലേ എനിക്ക് സങ്കടം വരുമായിരുന്നു. ഇതെടുത്തത് നല്ല കാര്യമായി പോയി. സുധീഷിനെ അവർ അത്രമാത്രം ഉപദ്രവിച്ചതല്ലേ, അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ എന്ന് നിധി പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമായി. ഉടനെ തന്നെ നിധിയും പറഞ്ഞു, ഞാനും ഒരെണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോരുന്നത് എന്ന്. എല്ലാവരും ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. ഇവളും തുടങ്ങിയോ എന്ന്. സുധീഷ് വിചാരിച്ചു അത് വല്ല സ്വർണ്ണമായിരിക്കും ഇവൾ എടുത്തിട്ടുണ്ടാവുക എന്ന്. പക്ഷേ നിധി പോയി തൻ്റെ ആധാർ കാർഡും വോട്ടർ ഐ ഡിയും ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നത് എന്ന്. എൻ്റെ വീട്ടുകാർ ഇതെനിക്ക് തരില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ ഞാൻ ആരും കാണാതെ ഇതങ്ങ് അടിച്ചു മാറ്റിയെന്ന് പറയും. സുഭാഷ് ചിരിച്ചുകൊണ്ട് പറയുന്നത്, കൊള്ളാം, അപ്പോൾ 2 പേരും മോശക്കാരല്ലല്ലോ എന്ന് പറയും. സുധീഷ് പറയുന്നുണ്ട്, ഇതാണ് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും പൊളിയല്ലേ? രാത്രിയായപ്പോൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ വന്നു. സുധീഷ് അവനോട് ദേഷ്യപ്പെടാണ്. നാണമില്ലേടോ വണ്ടി കിട്ടിയ ഉടനെ തന്നെ തിരിച്ചെടുക്കാൻ വരാന്? പോയി നിന്റെ മുതലാളിയോട് പറ, വണ്ടിക്കൊരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല എന്ന്. ഞാനൊരു ഡ്രൈവറാണ്, വണ്ടി എങ്ങനെ നോക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ സുധീഷ് കടുപ്പിച്ച് പറഞ്ഞു. പാവൻ ഡ്രൈവർ അവൻ്റെ വാക്ക് കേട്ട് പേടിച്ചു പോയി. സാറേ, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. നിധി അങ്ങോട്ടേക്ക് വന്നിട്ട് കാറിൻ്റെ കീ അങ്ങ് എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, കൊണ്ടുപോയി കൊടുക്ക അവനോട്. ഞങ്ങൾ കാറൊന്നും കണ്ടിട്ടില്ലാത്തവരല്ലെന്ന് പറയണം. ഇനി മേലാൽ ഈ വണ്ടി ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്നും മാട്ടിവിട്ടു. നിധി ഇങ്ങനെ പറയുമെന്ന് സുഭാഷും സുധീഷും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിധി അകത്തേക്ക് പോയപ്പോൾ സുധീഷ് നികേഷിനോട് പറഞ്ഞു, കണ്ടോടാ അവൾക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന്. എല്ലാവരും ഞാൻ കട്ടു എന്ന് പറഞ്ഞിട്ടും അവൾ മാത്രം അത് വിശ്വസിച്ചില്ലല്ലോ. പതുക്കെ പതുക്കെ അവളെ ഞാൻ എന്നിലേക്ക് അടുപ്പിക്കും. പതിയെ പതിയെ ഞങ്ങൾ പ്രണയത്തിലാവും. ഇനി അതിന് അധികം താമസമൊന്നും ഉണ്ടാവില്ല എന്ന് സുധീഷ് സ്വപ്നം കണ്ടു. അങ്ങനെ പിറ്റേ ദിവസം കാണുന്നത് നികേഷ് ഭയങ്കര പനിയായിരിക്കും. നിധി വന്ന് നോക്കിയിട്ട് പറയുന്നത്, അയ്യോ നല്ല ചൂടുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയും. സുഭാഷ് പറയുന്നത്, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ഇവന് നല്ല പനിയല്ലേ, ഞാൻ ഇവനെ ഇവിടെ കൂട്ടിരുന്നോളാമെന്ന് പറയും. നിധു പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സുഭാഷേട്ടാ, സുഭാഷേട്ടൻ പോയിക്കോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാമെന്ന് പറയും. അങ്ങനെ അത് പിന്നെ മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ, നികേഷ് എടുത്തുകൊണ്ട് നടക്കേണ്ട കൊച്ചൊന്നുമല്ലല്ലോ, ആഹാരം കൃത്യസമയത്ത് കൊടുത്താൽ മതിയാവും, ഞാനത് നോക്കിക്കൊള്ളാമെന്ന് നിധി പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നികേഷ് പനിച്ചു കിടക്കുന്ന ആ ഒരു ദിവസമായിരിക്കും സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാവുന്നത്. സുഭാഷ് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ നിധി അടുക്കളയിൽ കയറിയിട്ട് നികേഷിന് വേണ്ടിയിട്ട് കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. സുധീഷ് ഇടയ്ക്കിടയ്ക്ക് അടുക്കള വാതിൽക്കൽ വന്ന് നിധി ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നീ വലിയ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ നിധി, ഇതൊക്കെ നിനക്ക് വഴങ്ങുമോ എന്ന് സുധീഷ് തമാശ രൂപേണ ചോദിച്ചപ്പോൾ, സ്നേഹമുള്ളിടത്ത് എന്ത് പണിയും വഴങ്ങും സുധീഷേട്ടാ, അങ്ങനെയായിരുന്നു നിധിയുടെ മറുപടി.
ആ മറുപടി കേട്ടപ്പോൾ സുധീഷിന്റെ ഉള്ളിൽ 1000 പൂത്തിരി കത്തിയ സന്തോഷമായിരുന്നു. നിധി ഉണ്ടാക്കിയ കഞ്ഞി നികേഷിന് കുടിക്കാൻ കൊടുക്കുമ്പോൾ അവളുടെ കരുതൽ കണ്ട് സുധീഷിന് അവളോട് തോന്നിയ പ്രണയം ഇരട്ടിച്ചു. വൈകുന്നേരം സുഭാഷ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വീട്ടിലൊരു പുതിയ ഉണർവ് വന്നതുപോലെ എല്ലാവർക്കും തോന്നി. പക്ഷേ സന്തോഷങ്ങൾക്കിടയിലും രാജീവിന്റെ ഭാഗത്തു നിന്ന് അടുത്ത പണി വരുന്നുണ്ടായിരുന്നു. നിധി തന്റെ രേഖകൾ കടത്തിക്കൊണ്ടുപോയത് രാജീവിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അയാൾ പോലീസിനെ കൂട്ടി സുഭാഷിന്റെ വീട്ടിലേക്കെത്തി. തന്റെ മകളെ ഇവർ തട്ടിക്കൊണ്ടുവന്നതാണ് എന്നും സുധീഷ് സ്വർണം മോഷ്ടിച്ചുവെന്നും അയാൾ ആരോപിച്ചു. എന്നാൽ ഈ സമയം നിധി ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് അവിടെ നിന്നും വന്നതാണ്. ദാ എൻ്റെ രേഖകൾ എന്നൊക്കെ പറഞ്ഞ് അവൾ തൻ്റെ ആധാർ കാർഡും മറ്റും പോലീസിനെ കാണിച്ചു. സുധീഷ് എടുത്ത സ്വർണ്ണ നാണയങ്ങളെക്കുറിച്ച് രാജീവ് മിണ്ടിയതുമില്ല. കാരണം കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ പുറത്താകുമെന്ന് അയാൾ ഭയന്നു. പോലീസ് പിൻവാങ്ങിയതോടുകൂടെ തന്നെ രാജീവൻ തോൽവി സമ്മതിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. അന്ന് രാത്രി നിലാവുള്ള മുറ്റത്ത് നിന്നിരുന്ന സുധീഷിന്റെ അടുത്തേക്ക് നിധി വന്നു. നിധി പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. എന്നെ വിട്ടുപോകില്ലല്ലോ എന്ന സുധീഷിന്റെ ചോദ്യത്തിന് ഇനി ഈ കിളിക്കൂട് വിട്ട് എനിക്കൊരു യാത്രയില്ല എന്ന് നിധി മറുപടി നൽകി. സുഭാഷും പനി മാറി എഴുന്നേറ്റ് നികേഷും ദൂരെ നിന്ന് ആ കാഴ്ച കണ്ട് പുഞ്ചിരിച്ചു. അങ്ങനെ കഷ്ടപ്പാടുകൾക്കിടയിലും സ്നേഹം കൊണ്ട് അവർ ആ ഒരു ചെറിയ വീടിനെ വലിയ കൊട്ടാരമാക്കി മാറ്റി. ആ സ്നേഹബന്ധത്തിന് മുന്നിൽ രാജീവന്റെ പകയും പണവും തോറ്റുപോയ ആ നല്ല നിമിഷങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.